കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ കോടല്ലൂർ വാർഡിൽ UDF സ്ഥാനാർത്ഥി ഷമീമ VKക്കെതിരെ വ്യാജ ഒപ്പിട്ടുവെന്ന പരാതി. പത്രികയിൽ നിർദ്ദേശകൻ എന്ന പേരിൽ തന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നാരോപിച്ച് KP കൃഷ്ണൻ എന്നയാളാണ് പരാതി നൽകിയത്. ഷമീമ VKക്കെതിരെ കേസെടുക്കണമെന്ന് തളിപ്പറമ്പ് പോലീസിന് നൽകിയ പരാതിയിൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടു. ബിജീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ബിജീഷ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? ആന്തൂർ നഗരസഭയിലെ 13-ാം വാർഡായ കോടല്ലൂരിൽ UDF സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ ഷമീമയ്ക്കെതിരെയാണ് ഇപ്പോൾ ആ പത്രിക, നാമനിർദ്ദേശ പത്രികയിലെ നിർദ്ദേശകനായി ഒപ്പിട്ടിരുന്ന KP കൃഷ്ണൻ പരാതി നൽകിയിരിക്കുന്നത്. KP കൃഷ്ണൻ പറശ്ശിനിക്കടവ് സ്വദേശിയാണ്. കൃഷ്ണൻ ആരോപിക്കുന്ന ഒരു പ്രധാന കാരണം എന്താണെന്ന് കരുതിയാൽ ഈ നാമനിർദ്ദേശ പത്രികയിൽ നിർദ്ദേശകനായി തൻ്റെ ഒപ്പിട്ടത് വ്യാജമായിട്ടാണ് എന്നുള്ളതാണ് കൃഷ്ണന്റെ പ്രധാന ആരോപണം. അതുകൊണ്ട് തന്നെ ഷമീമയ്ക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് കൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ ഘട്ടത്തിൽ ഒപ്പ് വ്യാജമാണെന്നുള്ള തരത്തിൽ LDF ആരോപണം ഉന്നയിച്ചിരുന്നു. അതേ തുടർന്ന് ഒരു ദിവസം കഴിഞ്ഞാണ് വീണ്ടും പുനഃപരിശോധന നടത്തിക്കൊണ്ട് പത്രിക തള്ളിയത്. ഈ പത്രിക തള്ളിയ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ LDFന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികയിൽ നിർദ്ദേശകനായി ഒപ്പിട്ട KP കൃഷ്ണൻ ഇപ്പോൾ തളിപ്പറമ്പ് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ ഒപ്പിട്ടു എന്നുള്ള പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യവും KP കൃഷ്ണന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ LDF നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ പത്രികയിൽ, നാമനിർദ്ദേശ പത്രികയിൽ നിർദ്ദേശകനും പിന്താങ്ങുന്നയാളുടെയൊക്കെ പേരുകൾ എഴുതി ചേർത്ത് വ്യാജമായി ഒപ്പിടുന്നൊരു രീതി UDFന്റെ ഭാഗത്തുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ LDF നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇതിനകത്ത് നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ KP കൃഷ്ണൻ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും നിർദ്ദേശകൻ തന്നെ പരാതി നൽകിയ സാഹചര്യത്തിൽ ഇനി പോലീസിന്റെ ഭാഗത്ത് എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറെ കൗതുകം ജനിപ്പിക്കുന്നത്. ഏതായാലും പോലീസിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി വന്നിരിക്കുകയാണ്. അജി.